എപ്സ്റ്റീൻ ഫയലുകൾ വാർത്തകളിൽ നിറയുമ്പോൾ ഇപ്പോൾ ഇത്തവണ പുറത്തുവരുന്നത് വെറുമൊരു സാമ്പത്തിക ഇടപാടോ രാഷ്ട്രീയ ബന്ധമോ അല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മുസ്ലിം വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന അത്യന്തം ഗൗരവകരമായൊരു ദൃശ്യമാണ്. അമേരിക്കൻ കോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായിരുന്ന ജെഫ്രി എപ്സ്റ്റീന്റെ സ്വകാര്യ ശേഖരത്തിൽ വിശുദ്ധ കബയുടെ പുതപ്പായ കിസ്വ എത്തിയതെങ്ങനെ? അത് തറയിൽ വിരിച്ച് ചവിട്ടി നിൽക്കുന്ന ആ ദൃശ്യം യഥാർത്ഥമാണോ? ഈ വിവാദത്തിന് പിന്നിലെ വസ്തുതകൾ പരിശോധിക്കാമിനി. പണവും അധികാരവും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും സ്വന്തമാക്കാമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. എന്നാൽ ആ ആഗ്രഹം ലോകം പവിത്രമായി കാണുന്ന വിശ്വാസങ്ങളെ പോലും ചവിട്ടി മെതിക്കാനുള്ളതാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു ചിത്രം ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്, പ്രകോപിതരാക്കിയിരിക്കുകയാണ്. വിശുദ്ധ മക്കയിലെ കബയെ പുതപ്പിക്കുന്ന സ്വർണ്ണ നൂലുകളാൽ ഖുറാൻ സൂക്തങ്ങൾ തുന്നിച്ചേർത്ത കിസ്വ എപ്സ്റ്റീന്റെ വസതിയിൽ തറയിൽ വിരിച്ചിരിക്കുന്നു. ആ ദൃശ്യത്തിൽ എപ്സ്റ്റീനൊപ്പം നിൽക്കുന്നത് ആരാണ്? എങ്ങനെയാണ് അതിവിശുദ്ധമായ ഈ വസ്ത്രം ഒരു കുറ്റവാളിയുടെ കയ്യിലെത്തിയത്? നമുക്ക് ഈ രഹസ്യങ്ങൾ പരിശോധിക്കാം. ആദ്യമേ എന്താണ് ഈ ചിത്രം എന്നത് നോക്കാം. അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് 2026 ജനുവരി 30 പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പ്രകാരമുള്ള രേഖകളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. എപ്സ്റ്റീന്റെ സ്വകാര്യ ശേഖരത്തിൽ കബയുടെ കിസ്വയുടെ 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് രേഖകൾ സ്ഥിരീകരിക്കുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു. ഇതിലൊരു ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത്. എപ്സ്റ്റീനും ദുബായ് ആസ്ഥാനമായുള്ള DP വേൾഡ് CEO സുൽത്താൻ അഹമ്മദ് ബിൻ സുലായമും ഒരു വലിയ കറുത്ത പട്ടുതുണിയുടെ മുകളിൽ നിൽക്കുന്നതാണ് ചിത്രം. സ്വർണ്ണ നൂലുകളാൽ എംബ്രോയിഡറി ചെയ്ത ആ തുണി കിസ്വയുടെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ലോകം നടുങ്ങിയത്. സ്വാഭാവികമായി എല്ലാവരും ചിന്തിച്ചു, കിസ്വ എപ്സ്റ്റീന്റെ പക്കൽ എത്തിയോ? നമുക്കിതിലെ വസ്തുതകൾ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് സത്യം. 2017 സൗദി അറേബ്യയിൽ നിന്ന് എപ്സ്റ്റീന്റെ ഫ്ലോറിഡയിലെ വിലാസത്തിലേക്ക് 3 പെട്ടികളിലായി കിസ്വയുടെ ഭാഗങ്ങൾ അയച്ചിരുന്നുവെന്ന് ഇമെയിൽ രേഖകൾ വ്യക്തമാക്കുന്നു. ഇനി രേഖകൾ. ബ്രിട്ടീഷ് എയർവേസ് കാർഗോ വഴിയാണ് ഇത് അയച്ചത്. പിക്ചർ ഫ്രെയിമുകൾ എന്നാണ് ഇവ രേഖകളിൽ കാണിച്ചിരുന്നത്. 3 കഷ്ണങ്ങൾ എന്നുള്ളതാണ് അടുത്തൊരു വസ്തുത. അതായത് കബയുടെ ഉൾവശത്ത് വിരിച്ചിരുന്ന തുണി, പുറത്തെ ആവരണം കിസ്വ എന്ന് പറയുന്നത്, പിന്നെ കബയിൽ ഉപയോഗിക്കാത്ത എന്നാൽ അതേ മാതൃകയിലുള്ള മറ്റൊന്ന് എന്നിങ്ങനെ 3 കഷ്ണങ്ങളായിട്ടാണ് എപ്സ്റ്റീൻ കൈക്കലാക്കിയത്. ഇനി ഇതിന്റെ വില വെറും $10,980 മാത്രമാണ് ഇതിന്റെ മൂല്യമായി ഷിപ്പിംഗ് ഇൻവോയ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ വൈകാരിക മൂല്യം കോടിക്കണക്കിന് രൂപയ്ക്കും അപ്പുറമാണ്. ഇനി എങ്ങനെ ലഭിച്ചു എന്നുള്ള ചോദ്യമാണ്. വിശുദ്ധ കബയുടെ കിസ്വ ഓരോ വർഷവും മാറ്റുമ്പോൾ പഴയത് മുറിച്ച് ഉന്നത വ്യക്തികൾക്കും മ്യൂസിയങ്ങൾക്കും സമ്മാനമായി നൽകാറുണ്ട്. എന്നാൽ എപ്സ്റ്റീനെ പോലെ ഒരു കുറ്റവാളിക്ക് ഇത് ലഭിച്ചത് അസീസ അൽ അഹമ്മദി എന്ന ബിസിനസ് വനിതയും അബ്ദുള്ള അൽ മാരി എന്ന ഇടനിലക്കാരനും വഴിയാണെന്ന് ഇമെയിലുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഹാജിമാരുടെ പ്രാർത്ഥനകൾ ഇതിലുണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു പവിത്ര വസ്തു എപ്സ്റ്റീൻ തന്റെ സ്വകാര്യ വസതിയിലെ തറയിൽ വിരിച്ചിട്ട് ആസ്വദിച്ചു എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമാണ്. ഇസ്ലാം മതത്തിൽ കബയും കിസ്വയും അങ്ങേയറ്റം ആദരിക്കപ്പെടുന്നവയാണ്. സ്വർണവും വെള്ളിയും ശുദ്ധമായ പട്ടും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇതിലെ ഓരോ തുന്നലിലും പ്രാർത്ഥനകളുണ്ട്. ഇതൊരു അലങ്കാര വസ്തുവോ തറയിൽ വിരിക്കാനുള്ള നിസ്സാരം ഒരു കാർപ്പറ്റോ അല്ല. അധികാരവും പണവും ഉണ്ടെങ്കിൽ എന്തും തങ്ങൾക്ക് ചവിട്ടി മെതിക്കാമെന്ന എപ്സ്റ്റീനെ പോലെയുള്ളവരുടെ ധാർഷ്ട്യമാണ് ഈ ദൃശ്യത്തിലൂടെ പുറത്തു വരുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ മരിച്ചുവെങ്കിലും അയാൾ നിർമ്മിച്ച ആ അവിശുദ്ധ സാമ്രാജ്യത്തിന്റെ കഥകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പവിത്രമായ കിസ്വയെ ഒരു കുറ്റവാളിയുടെ പാദങ്ങൾക്കടിയിൽ കണ്ട കാഴ്ച വിശ്വാസികൾക്ക് മറക്കാൻ കഴിയില്ല. മതചിഹ്നങ്ങളും വിശുദ്ധ വസ്തുക്കളും പണത്തിനു മുന്നിൽ കളിപ്പാട്ടങ്ങളായി മാറുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പവിത്രമായവയെ ആദരിക്കാൻ കഴിയാത്തവരുടെ കയ്യിൽ അവ എത്താതിരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന ഗൗരവകരമായ ആലോചനകൾക്ക് ഈ വിവാദം തിരികൊളുത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.